ഏട്ടന് ചെറിയൊരു സർപ്രൈസ് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. ഏട്ടൻ്റെ ബർത്ത്ഡേ ആണ്, ഡേറ്റ് ഓഫ് ബർത്ത് ആണ്. നാളൊക്കെ കഴിഞ്ഞ് പോയി. അപ്പോൾ ഞങ്ങളിന്നിവിടെ ഒറ്റയ്ക്കാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു നമ്മൾ ചെറിയൊരു സർപ്രൈസ് കൊടുക്കാമെന്ന്. എനിക്ക് സ്ഥലം പോലും അറിയില്ല, കടകളറിയില്ല. പക്ഷെ നമ്മൾ ഓൾറെഡി ടൗണിൽ തന്നെയാണ് റൂം എടുത്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ഒന്ന് ഇറങ്ങി നോക്കാമെന്നുള്ളത്. ദൈവം സഹായിച്ചിട്ട് എല്ലാം എനിക്ക് തൊട്ട് താഴ്ന്ന് തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഓൾറെഡി ലിഫ്റ്റൊക്കെ ഇറങ്ങി ഞാൻ താഴെ പോവാണ്. ഒരു ഐഡിയ ഇല്ല എന്താ ചെയ്യേണ്ടതെന്നുള്ളത്. എൻ്റെ ഒരു ഇതിൽ ഒരു കേക്കും കുറച്ച് കാൻഡിൽസ് മേടിക്കാമെന്നായിരുന്നു. പക്ഷേ തൊട്ട് താഴെ നോക്കുമ്പോൾ റോസാപ്പൂവിൻ്റെ കട. അപ്പോൾ എന്താ വിചാരിച്ചു കുറച്ച് റോസും കൂടെ മേടിക്കാമെന്നുള്ളത്. എനിക്കൊരു വട്ടം റോസാപ്പൂ നേട്ടനെ സർപ്രൈസ് ചെയ്തുള്ളതാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ചേട്ടനും കൊടുക്കാമെന്നുള്ളത്. അങ്ങനെയൊക്കെ ഇതൊക്കെ മേടിച്ച് ഞാൻ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓൾറെഡി നമുക്ക് താഴ്ന്ന് വിളിച്ച് പറഞ്ഞ എല്ലാ സാധനങ്ങളും വരും, പക്ഷേ കേക്കൊന്നും കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ അതൊക്കെ പോയി മേടിച്ചിട്ട് വന്നു. പിന്നെ ക്യാൻഡിൽസ് എനിക്ക് വലിയ ഐഡിയ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇങ്ങനത്തെ ക്യാൻഡിലാണ് കിട്ടിയത്, വേറെ ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതൊക്കെ വെച്ച് ഞാൻ ചെറുതായിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്തു, നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിക്ക്. ഞങ്ങളങ്ങനെ സർപ്രൈസ് കൊടുക്കുന്ന ആൾക്കാരല്ല, പക്ഷേ എനിക്കെന്തോ ഇന്ന് കൊടുക്കാൻ തോന്നി. പിന്നെ 6 മണിയായിട്ട് വരാത്ത എണ്ണ കാണാത്തതുകൊണ്ട് ഞാൻ വിചാരിച്ചു കുറച്ച് ബ്യൂട്ടീഷ്യനൊക്കെ ആവാന്നുള്ളത്. അപ്പോൾ കുറച്ച് നേരം സ്പ്രേയും ലിപ്സ്റ്റിക്കൊക്കെ ഇട്ട് അഡ്ജസ്റ്റ് ചെയ്തു. പിന്നെ താഴ്ന്ന് നമുക്ക് ഓൾറെഡി പറഞ്ഞപ്പോൾ വൈനൊക്കെ കൊണ്ടുവന്നു, ടച്ചിങ്സ് കൂടെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ നമുക്ക് അതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഇതാണ് സെറ്റപ്പ് ഉണ്ടായിരുന്നത്. പിന്നെ എണ്ണ കാണാനില്ല. ഞാൻ പറഞ്ഞില്ല 6 മണിയായിട്ട് വരുന്ന ആൾ അന്ന് 7 മണി 7:30 8 മണി 8:30 ആയിട്ടും കാണാനില്ല. അവസാനം എന്താ വന്ന് കോളിംബെൽ അടിച്ചു. അപ്പോൾ ഞാൻ ഏട്ടനാണോ എന്നുള്ളതൊന്ന് ഉറപ്പ് വരുത്തിയിട്ട് തുറക്കണതാണ് കേട്ടോ. വന്നിട്ട് ഇനി നെക്സ്റ്റ് പാട്ട് വീഡിയോയിൽ ബാക്കി കാണാം.